ഹലോ ഗൈസ്, അപ്പം ഇതൊരു 1v3 1v4 ഒന്നുമല്ല, ഇത് ചെറിയൊരു റിവഞ്ച് വീഡിയോ ആണ്. അപ്പം ഞാൻ മുകളിലത്തെ ഈവൻ്റിൽ ഇറങ്ങി ചത്ത് താഴെ പറന്നൊന്ന് പോച്ചിങ്കിയിൽ ഇറങ്ങി ലൂട്ടി ഒരു കില്ലെടുത്തപ്പം ആ കില്ലെടുത്തവൻ്റെ ടീംമേറ്റ് വന്ന് എന്നെ നോക്കിട്ടു. അത് നല്ലൊരു നോക്കായിരുന്നു. പക്ഷെ പിന്നെ അവൻ ചെയ്തത് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ നോക്കിക്കോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞവൻ്റെ ടീംമേറ്റ്. ഇവനെ കൊന്നതിൻ്റെ റിവഞ്ച് എടുക്കാനായിരുന്നു നമ്മുടെ അണ്ണൻ വന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, ഇവൻ്റെ ടീംമേറ്റിന് ഞാൻ മാന്യമായിട്ടായിരുന്നു ഫിനിഷ് ചെയ്ത് വിട്ടത്. പക്ഷേ ഇവൻ്റെ ടീംമേറ്റിന് ഞാൻ ഫിനിഷ് ചെയ്ത് വിട്ടതിൻ്റെ കടി തീർക്കാനാണ് ഇവ എന്നെ നൈഫിട്ട് കുത്തി കൊന്നത്. അപ്പം ബാക്കി കണ്ടോളൂ. അപ്പം ഞാൻ സ്ട്രൈറ്റ് ഇവനെ റിവഞ്ച് എടുക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ ഞാൻ ചത്ത വീട്ടിൽ തന്നെ വന്നിറങ്ങി. പക്ഷെ വന്നിറങ്ങിയപ്പോൾ ഞാൻ ആദ്യം എപ്പോഴോ ഫൂട്ടെന്തോ കേട്ടു. പക്ഷെ പിന്നെ ആളെ കാണുന്നില്ല. ഞാൻ വിചാരിച്ച് ഈ ലെഫ്റ്റിലുള്ള മുറിക്കകത്താണ് ആളിരിക്കണേന്നാണ്. അപ്പം ഞാൻ അപ്പുറത്തെ ലെഡ്ജിലോട്ട് ചാടി പിടിച്ച് തൂങ്ങി അവനെ അടിച്ചിടാമെന്നായിരുന്നു വിചാരിച്ച് ടാറ്റിക്സ് ഉപയോഗിച്ച്. ബട്ട് അവൻ ആ റൂമിലില്ലായിരുന്നു. അപ്പം പിന്നെ ഞാൻ താഴെ എവിടെയോ അവൻ്റെ ഫൂട്ട് കേട്ടു. അപ്പം ഞാൻ വിചാരിച്ചു അവൻ താഴെ എവിടെയോ ക്യാമ്പ് അടിച്ചിരിക്കുമായിരുന്നെന്ന്. അപ്പം ഞാൻ താഴെയാണെന്ന് വിചാരിച്ച് താഴോട്ട് പുഷ് ചെയ്യാൻ നിൽക്കുമായിരുന്നു. അപ്പോഴായിരുന്നു അവൻ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വന്ന് സർപ്രൈസ് അറ്റാക്ക് തന്നത്. എന്തോ ഭാഗ്യത്തിന് അവൻ കയറി വന്ന് അടിച്ചത് എനിക്ക് കാണാൻ പറ്റി. അതുകൊണ്ട് കറക്റ്റ് ടൈമിന് തിരിച്ചടിക്കാൻ പറ്റിയില്ലായിരുന്നു. ഇങ്ങനെ ആയിപ്പോൾ ഇവിടെ പടമായത് തന്നെ. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും നമ്മുടെ അണ്ണൻ റീകോളായിട്ട് പിന്നെയും റിവഞ്ച് എടുക്കാൻ വന്നിരുന്നു. പക്ഷെ ആ സമയം എനിക്ക് അടിക്കാൻ പറ്റിയില്ല. പക്ഷെ എൻ്റെ ടീംമേറ്റാണ് അടിച്ചിട്ടത്. പക്ഷെ എനിക്ക് പിന്നെയും അവനെ നൈഫ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, ഈ മാച്ചിൻ്റെ അവസാനം ഞാൻ ഇവരുടെ ഒരു ടീംമേറ്റിൻ്റെ കൈ കൊണ്ട് തന്നെയാണ് ചാവുന്നത്.